Hello friends, welcome back to Q Labs. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പുതിയ വിശേഷം പങ്കുവയ്ക്കാനാണ്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത്തരം പല ആപ്ലിക്കേഷൻസ് നമുക്ക് പലപ്പോഴും അരോചകമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലപ്പോഴും ആഡ് കയറി വന്നുകൊണ്ടിരിക്കും. പലപ്പോഴും പലരും കംപ്ലയിൻറ്റ് പറയുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഡ് കയറി വരുന്നത്? അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഡ് വരുന്നതെന്ന്. പലപ്പോഴും നമ്മുടെ ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ എക്സ്റ്റൻഡ് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റൻഡ് അല്ലെങ്കിൽ നമ്മൾ മറ്റ് സൈറ്റുകളിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മറ്റ് സൈറ്റുകൾ ഇപ്പോൾ APK പ്യൂർ അല്ലെങ്കിൽ APK മിറർ അങ്ങനെ പല സൈറ്റുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പലപ്പോഴും അതിൽ മാൽവെയറുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം മാൽവെയറുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് പലപ്പോഴും എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് ആഡുകൾ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം അഡ്വർടൈസ്മെൻറ്റ് പലപ്പോഴും നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്ക് തന്നെ ഭീഷണിയാണ്. അതേപോലെ നമ്മുടെ ഫോണിൽ പലപ്പോഴും ചാർജ് നിൽക്കുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റിനും കാരണം ഇത്തരം സോഫ്റ്റ്വെയറുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പോലും അറിയാതെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഏകദേശം 13-ലധികം മാൽവെയർ അടങ്ങിയ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരം ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഫോണിലെ ഡാറ്റ തീർക്കുകയും അതേപോലെ തന്നെ പലപ്പോഴും പലരും പറയുന്നൊരു പ്രശ്നമാണ് നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോയി, അതേപോലെ പല കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ അതിൽ ഓപ്ഷൻസ് എടുക്കുക, അതിൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ഇതിൽ മറ്റ് എറേഴ്സ് ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇത്തരം ആപ്ലിക്കേഷൻസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. അതേപോലെ തന്നെ ഞാൻ ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ 13 ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻസിലുള്ള അതായത് നിങ്ങളുടെ ഡാറ്റാസ് ഇസ്താൻബുളിലുള്ള ഒരു സെർവറിലേക്ക് മാറ്റുന്നു എന്നാണ് ഗൂഗിളിൻ്റെ ബ്ലോഗിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആപ്ലിക്കേഷൻ ലിസ്റ്റും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത അതായത് പല സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ APK ഫയൽസ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിൽ ഇത്തരം ആപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാണുന്നിടത്ത് ഒന്നും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ കഴിവെന്ന് ശ്രമിക്കുക. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ അറിവ് പകർന്നു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരേക്കും സൈനിങ് ഓഫ് ഫൈസൽ ഫ്രം Q Labs.